സോ ഹലോ, നിങ്ങളിപ്പോൾ എക്കണോമിക് ബബിളിനോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്നൊരു സ്റ്റോക്ക് ഒരു ബബിളിലാണ് നിൽക്കണം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ബബിൾ ഫോർമേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ തൊട്ടല്ല, ഇത് നമ്മുടെ 17th സെഞ്ച്വറി തൊട്ട് നടന്നു വരുന്ന ഒരു പ്രതിഭാസമാണ്. ആ കാലഘട്ടത്തിൽ വേറൊരു സാധനമായിരുന്നു. അപ്പോൾ നമുക്ക് ആ സ്റ്റോറിയിലൂടെ എന്താണ് ഈ ബബിൾ എന്നും ഇത് എങ്ങനെയാണ് ഫോം ചെയ്യണതും, പിന്നെ ഈ ബബിൾ എന്ന് പറയുമ്പോൾ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ പൊട്ടിത്തെറി എപ്പോഴാണെന്നും നമുക്ക് ആ ഒരു സ്റ്റോറിയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എക്കണോമിക് ബബിൾ എന്താണെന്ന് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ആക്ച്വൽ വാല്യൂ ഉണ്ടാവുമല്ലോ, ആ വാല്യൂവിനെക്കാട്ടിയും എത്രയോ മേലെ ആയിരിക്കും അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഇങ്ങനെ പോകുന്നതിന് കാരണം ഒന്നില്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ റെയർ നേച്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് കൊണ്ട് ഈ പ്രൈസ് എങ്ങനെ കൂടി പോകും. അപ്പോൾ ഒരു ബബിൾ പോലെ ഇതെങ്ങനെ പ്രൈസ് ഇങ്ങനെ വീർത്ത് വരുന്നതുകൊണ്ടാണ് ഇതിന് ബബിൾ എന്ന് പറയും. പിന്നെ ബബിളിൻ്റെ പ്രത്യേകത അറിയാലോ, ഒരു പോയിന്റിന് സമയത്ത് അത് പൊട്ടിത്തെറിക്കും. ആ സമയത്തായിരിക്കും നമ്മളുടെ ആ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ ക്രാഷ് ആവുന്നത്. കൂടി ഡീറ്റെയിൽ ആയിട്ട് ആ ഹിസ്റ്ററിയും കൂടി ഒന്ന് പറഞ്ഞു പോകാം. 1637 കാലഘട്ടത്തിൽ ടുലിപ്പ് മാനിയ എന്ന് പറഞ്ഞൊരു ബബിൾ ഉണ്ടായിരുന്നു. ഇവിടെ ടുലിപ്പ് പൂവായിരുന്നു ഒരു ബബിൾ ഉണ്ടാക്കിയത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ആംസ്റ്റർഡാം എന്ന് പറയുന്നത് ഒരു പ്രധാന ഒരു പോർട്ടും കൊമേഴ്ഷ്യൽ സെൻറ്റർ ആയിരുന്നു. അപ്പോൾ കുറേ കച്ചവടക്കാർ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ കുറേ പണക്കാരും ഉണ്ടായിരുന്നു. വലിയ പണക്കാരെന്ന് പറയുമ്പോൾ അവർ താമസിക്കുന്നത് വലിയ വലിയ കൊട്ടാരം പോലത്തെ സെറ്റപ്പിലായിരിക്കും. അവരുടെ കൊട്ടാരത്തിലെ പൂന്തോട്ടം അലങ്കരിക്കാൻ വേണ്ടിയിട്ട് കുറേ പൂക്കൾ ആവശ്യമായിരുന്നു. അലങ്കരിക്കുക എന്ന് പറയുമ്പോൾ അവരുടെ ഒരു സ്റ്റാറ്റസ് സിമ്പിൾ ആയിരുന്നു. അതിൽ തന്നെ വൺ ഓഫ് ദ മെയിൻ ഒരു പൂവായിരുന്നു ഈ ടുലിപ്പ് എന്ന് പറയുന്നത്. ഇത് മെയിൻ ആവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടുലിപ്പ് എന്ന് പറയുന്നത് അത്രയ്ക്കും റെയർ ആയിട്ടുള്ളതും ഇമ്പോർട്ട് ചെയ്യുന്ന പൂവാണ്. പൂവായിട്ട് വരാൻ തന്നെ താമസം ഉണ്ടായിരുന്നു. ആ ഒരു റെയർ നേച്ചർ കാരണം തന്നെ പൂന്തോട്ടത്തിൽ ഈ പൂ ഉണ്ടാകുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര ഒരു സ്റ്റാറ്റസ് സിമ്പിളായി മാറി. അപ്പോൾ ഡിമാൻഡ് കൂടുതലാണ്, അതിൻ്റെ സപ്ലൈ കുറവാണ്. അപ്പോൾ ഒബ്വിയസ്ലി ആൾക്കാർ എന്താ വിചാരിക്കുന്നത്, ഇതെങ്ങനെയെങ്കിലും എത്ര വില കൊടുത്തും സ്വന്തമാക്കണം. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഡേ ബൈ ഡേ അങ്ങോട്ട് കൂടിക്കൊണ്ടുപോയി. അതിനിടയിൽ കൂടെ വേറൊരു കാര്യം കൂടെ നടന്നു. ഈ ടുലിപ്പ് പൂക്കൾക്ക് തന്നെ ഒരു വൈറസ് ബാധിച്ചിട്ട് ഇത് മൾട്ടി കളറിൽ ഇതളുകൾ ഉണ്ടാവാൻ തുടങ്ങി. ഇങ്ങനെ ഉണ്ടാവുന്ന പൂവിന് വീണ്ടും റേറ്റ് കൂടുതലായി. കാരണം ഇതും ഒരു റയറസ്റ്റ് പൂവായിട്ട് മാറിയപ്പോഴേക്കും. എങ്കിൽ തന്നെ ടുലിപ്പ് പൂവിന് നല്ല ഡിമാൻഡാണ്. പോരാത്തതിന് ഇങ്ങനെ മൾട്ടി കളറുള്ള ഇതളുകൾ ആയതുകൊണ്ട് ആ പൂവിൻ്റെ റേറ്റ് വീണ്ടും കൂടാൻ തുടങ്ങി. ഇതിന് ടുലിപ്പ് മാനിയ എന്ന് പറഞ്ഞിട്ട് പേരൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ പ്രൈസ് ഇങ്ങനെ കൂടി പോയി. അന്ന് പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ടുലിപ്പ് ബൾബ് കിട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം 2 ബണ്ടിൽ ഗോതമ്പ്, 4 ഓക്സ്, പിന്നെ ഒരു 12 ആട്, ഇങ്ങനെയൊക്കെ കൊടുത്താൽ മാത്രമേ ഒരു ടുലിപ്പ് ബൾബ് കിട്ടുള്ളൂ എന്നൊരവസ്ഥയൊക്കെ എത്തി. ഒരു ടുലിപ്പ് ബൾബ് എന്ന് പറയുമ്പോൾ മിക്കവാറും അതിൽ ഒരു പൂവൊക്കെ തന്നെ വിരിയുള്ളൂ. ഒരു പൂ കിട്ടാൻ വേണ്ടിയിട്ട് ഏകദേശം ഇത്രയും സാധനം കൊടുക്കേണ്ട ഒരു അവസ്ഥ വരെ എത്തി. ഇങ്ങനെ പോയിട്ട് ഒരു പോയിന്റെത്തുന്ന സമയത്ത് ഇതൊരു പൊട്ടിത്തെറിയായിരുന്നു. അത്രയ്ക്കും ഒരു ഹൈ ലെവലിൽ പോയി ഈ ഒരു ടുലിപ്പ് പൂവിൻ്റെ വില എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ ടുലിപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ സാധാ സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിലും ഈ ബബിളിലാണെന്ന് നമ്മൾ റിയലൈസ് ചെയ്യില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ ബബിൾ ഫോം ചെയ്യണമെന്ന് നോക്കുമ്പോൾ പ്രത്യേകിച്ചൊരു എക്സ്പ്ലനേഷൻ ഇല്ല എങ്ങനെ ഇത് ഫോം ആകുക എന്നുള്ളത്. മെയിൻലി 2 റീസണൊക്കെ പറയണത്. ഒന്നാമത്തെ കാര്യം ഈ ഫോമോ ആണ്, അതായത് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. ഫോമോ എന്ന് പറയുന്ന സംഭവം നമ്മളിപ്പോൾ ഓൺലൈൻ സൈറ്റിലൊക്കെ മോസ്റ്റ്ലി കണ്ടുവരുന്നൊരു കാര്യമാണ്. ഒരു പ്രൊഡക്റ്റ് നോക്കുന്ന സമയത്ത് അവർ കാണിക്കും ഇതിൽ 10 മിനിറ്റിൽ ഈ പ്രൊഡക്റ്റ് എല്ലാം വിറ്റ് പോകും, ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും, അല്ലെങ്കിൽ 2 പ്രൊഡക്റ്റേ ബാക്കിയുള്ളൂ, വേഗം വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഫോമോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞാൽ ഇനി ഇങ്ങനത്തെ ഒരു ഓഫർ കിട്ടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് പെട്ടെന്ന് ചാടിക്കറി അത് വാങ്ങിക്കും. ഒരു പേടിയാണ് ആ സാധനം നമ്മുടെ കൈവിട്ട് പോകുമോ എന്നുള്ളൊരു പേടി കാരണം നമ്മൾ വാങ്ങിക്കുക. അതാണ് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് അല്ലെങ്കിൽ ഫോമോ എന്ന് പറയുന്നത്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാറ്റസ് സിമ്പൽ അല്ലെങ്കിൽ പെട്ടെന്ന് റിച്ച് ആവുക എന്നൊരു കൺസെപ്റ്റാണ് വരിക. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിൽ ഇതിപ്പോൾ എല്ലാവരും ഇത് വാങ്ങിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഈ സാധനത്തിൻ്റെ പ്രൈസ് ഇനിയും കൂടും എന്നുള്ള രീതിക്ക് നമ്മൾ കുറേ പൈസ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾക്കും റിച്ച് ആവണമല്ലോ എന്നുള്ളൊരു കൺസെപ്റ്റിൽ ഇതിൽ കുറേ പൈസ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെയും നമ്മൾ ഈ ഒരു ബബിളിനകത്ത് പെട്ടുപോകാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ബബിൾ ഉണ്ടാവാം. അപ്പോൾ ഈ ഒരു 2 റീസണാണ് ബബിൾ ഉണ്ടാവാൻ എന്ന് പറയപ്പെടുന്നു. പിന്നെ ഇതിന് പ്രോപ്പറായിട്ടൊരു എക്സ്പ്ലനേഷൻ ഇല്ല. ഈ ബബിൾ പൊട്ടുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഇങ്ങനെ കൂടി ഒരു പോയിന്റ് എത്തുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഇത് ഭയങ്കരമായിട്ട് ഓവർ പ്രൈസ്ഡ് ആണ് അല്ലെങ്കിൽ ഓവർ ഹൈപ്ഡ് ആണെന്ന്. അപ്പോൾ ആൾക്കാർ അതിന് സെല്ല് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ആ സെല്ല് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അതിന് ഡിമാൻഡ് കുറയും. ഡിമാൻഡ് കുറയുന്ന സമയത്ത് ഇത് വിൽക്കാൻ വേണ്ടി നമുക്ക് പറ്റില്ല, കാരണം വാങ്ങിക്കാൻ ആളുണ്ടാവില്ല. അങ്ങനെ അതിൻ്റെ പ്രൈസ് താഴെ വന്നിട്ട് ഇതൊരു ക്രാഷ് ആകും, അല്ലെങ്കിൽ ആ ബബിൾ പൊട്ടും. അപ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുക ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു ബബിളായിരുന്നു എന്നും നമ്മൾ ആ ബബിളിനകത്തായിരുന്നു എന്നും അത് പൊട്ടി എന്നൊക്കെ അപ്പോഴായിരിക്കും മനസ്സിലാവുക. ഇതൊരു റിയൽ വേൾഡ് എക്സാമ്പിളിൽ പറയാനാണെങ്കിൽ 2000 നടന്ന .com ബബിളും 20s നടന്ന ജാപ്പനീസ് അസറ്റ് പ്രൈസ് ബബിളും. ആ .com ബബിൾ എന്ന് പറയുന്നത് US സ്റ്റോക്ക് മാർക്കറ്റ് മൊത്തത്തിലൊന്ന് ഇളക്കിയൊരു സംഭവമായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ജാപ്പനീസ് അസറ്റ് പ്രൈസ് ബബിൾ എന്ന് പറയുന്നതും. അതും നമ്മുടെ ജാപ്പനീസ് മാർക്കറ്റിനെ ഭയങ്കരമായിട്ടൊന്ന്
ഷേക്ക് ചെയ്തൊരു സംഭവമായിരുന്നു. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനെക്കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയൊക്കെ തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എക്കണോമിക് ബബിൾ എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്ത് കാര്യം ചോദിക്കാനാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ആണെങ്കിലും താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലത്തുള്ള യൂസ്ഫുൾ കോണ്ടന്റ് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.